ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനർ എങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനറാക്കി സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനലിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് യൂട്യൂബ് ബാനർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചാനൽ ബാനർ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിൽ ചാനൽ ബാനർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നോക്കുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് എങ്ങനെയാണ് യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും iOS ഫോൺ ആണെങ്കിലും നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലുള്ള ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂട്യൂബ് ബാനർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്ത് പ്രൊഫഷണൽ രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബാക്കി നമുക്ക് എങ്ങനെയാണ് ക്യാൻവ ആപ്ലിക്കേഷനിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിന് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡും ഉണ്ട്, അതുപോലെ iOS ഫോണിലും ലഭ്യമായ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ. നമ്മുടെ എല്ലാ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എഡിറ്റിങ്ങും നമ്മൾ നടത്തുന്നത് ക്യാൻവ ആപ്ലിക്കേഷനിലൂടെയാണ്. നിങ്ങൾക്ക് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനും ലോഗോ ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന തമ്പനെയിലും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവയിലൂടെയാണ്. ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ്. യൂട്യൂബ് തമ്പനെയിൽ, യൂട്യൂബ് ബാനർ. ഇതിൽ നിന്നും നിങ്ങൾക്ക് യൂട്യൂബ് ബാനർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ റേഷ്യോയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കസ്റ്റം സൈസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കസ്റ്റം സൈസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടോപ്പിൽ ഫസ്റ്റായിട്ട് കസ്റ്റം സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏത് സ്ക്രീൻ റേഷ്യോ ആണോ വിഡ്ത്തും ഹൈറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വിഡ്ത്തിലും ഹൈറ്റിലും അതായത് ആ സ്ക്രീൻ റേഷ്യോയിലും നമുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് ആർട്ടായാലും അത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന അതേ കസ്റ്റം റേഷ്യോയിൽ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം യൂട്യൂബ് ബാനർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വൈറ്റ് സ്ക്രീൻ അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള യൂട്യൂബ് ബാനറിൻ്റെ ഇമേജസ് ആണ്, അല്ലെങ്കിൽ PNG ഫയൽസ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളവർ ഇത് ഓൾറെഡി തന്നെ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പ്രോ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ക്യാൻവയുടെ ഒരു പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഈ പ്രോ വേർഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് സ്ക്രീനിലേക്ക് നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തീം ആഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് പുതിയ ഒരു യൂട്യൂബ് ബാനർ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീ ഡിഫൈൻഡ് അല്ലാണ്ടുള്ള രീതിയിലുള്ള നമുക്കായിട്ടൊരു കസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി തന്നെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഗെയിമിംഗ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ ഒരു അടിപൊളി ബാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാനർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാനതൊന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് അവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ പ്രൊഫൈൽ ഫോട്ടോ അതുപോലെ സബ്സ്ക്രൈബർ ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ വേറൊരു ചാനലുണ്ട്, ഞാൻ ആ ചാനൽ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ നെയിം ഒന്ന് ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വേറൊരു ചാനലുണ്ട്, ഞാൻ ആ ചാനലിൻ്റെ നെയിം ഒന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ആ ചാനലിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് കൊടുക്കുക. അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിത് അത് കറക്റ്റാക്കി മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് മനസ്സിലാവുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കൊടുത്തു. അതുപോലെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്ത ശേഷം മലയാളം ടെക് ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ
ബാനറിൻ്റെ അകത്ത് അല്ലെങ്കിൽ യൂട്യൂബ് ബാനറിൻ്റെ അകത്ത് വരേണ്ടത് അത് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മലയാളം ടെക് ചാനൽ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും എൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനുമാണ് ഞാനിവിടെ എഴുതി കൊടുത്തത്. യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ചാനലാണ് ഞാനിവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ഈ സബ്സ്ക്രൈബർ ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ സബ്സ്ക്രൈബർ ബട്ടൺ അതുപോലെ തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ക്യാൻവയിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കിടന്ന നമ്മുടെ ഒരു യൂട്യൂബ് ബാനറാണ്. ആ യൂട്യൂബ് ബാനർ എഡിറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റം യൂട്യൂബ് ബാനറിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രൊഫൈൽ ഇമേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനത് ജസ്റ്റ് റീപ്ലേസ് കൊടുത്തു. റീപ്ലേസിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അപ്ലോഡിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാനത് അതിലേക്ക് കസ്റ്റമായിട്ട് ചെയ്തു കൊടുത്തു. ഇപ്പോൾ അതിലേക്ക് ആഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാനപ്പോൾ അതിലേക്ക് കസ്റ്റം ഇതായിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഫോട്ടോ വേണ്ട, ഞാൻ വേറൊരു ഫോട്ടോ റീപ്ലേസ് ചെയ്യുകയാണ്. ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ അതിലേക്ക് കൊടുത്തു. അതിൻ്റെ സൈസും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അതിൻ്റെ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി ഇനി എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെന്ന്. അപ്പോൾ ആ ഫോട്ടോയിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനത് കറക്റ്റ് ഒന്ന് കാണുന്ന രീതിയിൽ, അതായത് എൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റർ വോൾട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു ടെക് ചാനലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കത് PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തു. അതിനുശേഷം ഈ സബ്സ്ക്രൈബർ ബട്ടൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. മുകളിലേക്കൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ബാനർ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ PNG ഫയലായിട്ട് തന്നെയാണ് സജസ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രിപ്പയറിംഗ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ഗാലറിയിലേക്ക് നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ബാനർ ഒരു PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തു വരും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗാലറി എടുത്തൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറിയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബാനർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ യൂട്യൂബ് ബാനർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ബാനർ എങ്ങനെ അതിൽ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആ ക്രോമിലേക്ക് ആഡ് ചെയ്യുക. അതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഞാനിവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിൽ കാണുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഐക്കൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ യുവർ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ യുവർ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇവിടെ കസ്റ്റം ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കസ്റ്റം ചാനൽ എന്ന് പറയുന്ന കസ്റ്റമൈസ് ചാനൽ എന്നാണ്. കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ക്രോം യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ബ്രാൻഡിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. പിക്ചർ, ബാനർ ഇമേജ്, അതുപോലെ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറയുന്ന 3 ഓപ്ഷൻ കാണാം. ഇതിൽ രണ്ടാമതാണ് നമ്മൾ ബാനർ ഇമേജ് സെറ്റ് ചെയ്യേണ്ടത്. ബാനർ ഇമേജ് സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ കാണുന്നതെന്നുള്ള ഒരു വ്യൂ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത്
ലാപ്ടോപ്പിലാണെങ്കിൽ ഈ ഒരു പോർഷനിലായിരിക്കും, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും കാണുക. അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ടി വി എടുക്കുകയാണെങ്കിൽ അതിൽ കാണുന്നത് ഇതുപോലെ ഒരു ഓപ്ഷനിലായിരിക്കും നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ വ്യൂ ആയിട്ട് വരിക. അതുപോലെ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും നമ്മുടെ ചാനൽ ബാനർ ഓപ്പൺ ആയിട്ട് വരിക. നമുക്ക് ചാനൽ ബാനർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ വരും. നമുക്ക് ആ ഓപ്ഷനിലൂടെ നമ്മുടെ ഗാലറിയിലുള്ള നമ്മുടെ ഫോട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഗാലറിയിലുള്ള, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ആ യൂട്യൂബ് ബാനർ, അതായത് യൂട്യൂബ് ചാനൽ ബാനർ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കതൊന്ന് സൂം ഔട്ട് ചെയ്ത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ യൂട്യൂബ് ബാനർ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതേ ഞാൻ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ കസ്റ്റം യൂട്യൂബ് ബാനർ നമ്മൾ ഇതിലേക്ക് ആഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് പബ്ലിഷ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനൽ ബാനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂട്യൂബ് ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ ശേഷം വ്യൂ ചാനൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലും വ്യൂ ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റം ബാനർ ഒന്ന് നോക്കുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അത് ബാക്കിയിട്ട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ യുവർ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൻ്റെ ബാനർ നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ വോൾട്ട് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ, അതായത് ചാനൽ ബാനർ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണം. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് വരും വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും, എങ്ങനെയാണ് പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കസ്റ്റം യൂട്യൂബ് ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.